നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ IPLിലെ ഇമ്പാക്റ്റ് സബ് റൂളിനോട് തനിക്ക് വലിയ പ്രതിപത്തിയില്ലെന്നും അത് ഓൾറൗണ്ടർമാരുടെ ഡെവലപ്മെൻറ്റിന് അവരുടെ വളർച്ചയെ ഇല്ലാതെയാക്കുമെന്നും പറഞ്ഞത്. ഏതായാലും ഇന്നിപ്പോൾ KKRനെതിരെ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുമ്പോൾ ടോസിനായിട്ട് ഹാർദിക് പാണ്ഡ്യ എത്തി നൽകിയ പ്ലേയിങ് 11-ൽ രോഹിത്തിന് ഇടമുണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹം ഇമ്പാക്റ്റ് സബിൻ്റെ ലിസ്റ്റിലാണ് ഉണ്ടായിരുന്നത്. തനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ റോളിൽ രോഹിത് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഏതായാലും MI ടോസ് ലഭിച്ചിട്ട് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ശരിയായ തീരുമാനമായിരുന്നു. അത് ഇപ്പോഴേ ഡ്യൂ തുടങ്ങിയിട്ടുണ്ട്. തുഷാരയുടെ കയ്യിൽ നിന്ന് ബീമർ പോയ ആ ഒരു പന്തൊന്ന് ഓർക്കുക. അപ്പോൾ സംഗതി ഇപ്പോഴേ ഡ്യൂ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത് ബൗൾ ചെയ്യുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. KKR 169 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ എടുത്തുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് ആഞ്ഞടിക്കുന്ന കാഴ്ച. KKRന്റെ 2 ഓപ്പണർമാർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഫിൽ സാൾട്ട് 3 പന്തിൽ 5 റൺസാണ് എടുത്തത്. തുഷാരയാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത്. തൊട്ടു പിന്നാലെ അങ്ക്രീഷ് രഘുവംശി പുറത്താകുന്നു. അദ്ദേഹം 6 പന്തിൽ നിന്ന് 13 റൺസാണ്, 2 സിക്സറൊക്കെ അടിച്ചിരുന്നെങ്കിലും തുഷാര തന്നെയാണ് അദ്ദേഹത്തെയും മടക്കി വിടുന്നത്. പിന്നീട് സുനിൽ നാരായണ് കൂട്ടായിട്ട് ശ്രേയസ് അയ്യർ എത്തുന്നു. അടുത്തതായിട്ട് പുറത്തേക്ക് പോകുന്നത് ശ്രേയസ് അയ്യരാണ്. നായകൻ ശ്രേയസ് അയ്യർ 4 പന്തുകളിൽ നിന്ന് 6 റൺസാണ് എടുത്തത്. അദ്ദേഹത്തെയും പറഞ്ഞു വിട്ടത് തുഷാര തന്നെയായിരുന്നു. അടുത്ത ഊഴം സുനിൽ നാരായണിൻ്റേത്. അദ്ദേഹം 8 പന്തിൽ നിന്ന് 8 റൺസ് എടുത്തു. ഹാർദിക് പാണ്ഡ്യ ബൗൾഡാക്കി വിടുകയായിരുന്നു. എന്തായാലും പിന്നെ മനീഷ് പാണ്ഡെ ഇമ്പാക്റ്റ് സബായിട്ട് വരുന്ന കാഴ്ച. അതിനു മുമ്പ് റിങ്കു സിംഗ് 8 പന്തിൽ നിന്ന് 9 റൺസ് എടുത്ത് മടങ്ങി. അങ്ങനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്ന KKRനെ രക്ഷിക്കാൻ ഇമ്പാക്റ്റ് സബായിട്ട് മനീഷ് പാണ്ഡെ ഇറക്കി. വെങ്കടേഷ് അയ്യർക്കൊപ്പം മനീഷ് പാണ്ഡെയാണ് അവരുടെ ഇന്നിങ്സ് റീബിൽഡ് ചെയ്തെടുത്തത്. 31 പന്തുകൾ നേരിട്ട് 2 4ഉം 2 6ഉം അടക്കം 42 റൺസാണ് മനീഷ് പാണ്ഡെ അടിക്കുന്നത്. പാണ്ഡെ പുറത്താകുന്ന ഘട്ടത്തിൽ അവരുടെ സ്കോർ കാർഡിൽ ആവശ്യത്തിന് റണ്ണ് വരും എന്ന തോന്നൽ ഉണ്ടാക്കിയിരുന്നു. 140ലേക്ക് എത്തിയതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത്. പിന്നെ റസൽ വരാനുണ്ടല്ലോ, വെടിക്കെട്ട് അങ്ങനെ വെടിക്കെട്ടോടുകൂടി അവസാനിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സർ അടിച്ചുകൊണ്ട് റസൽ സൂചന നൽകിയെങ്കിലും അദ്ദേഹം പിന്നെ റൺഔട്ട് ആവുന്ന കാഴ്ചയാണ് കണ്ടത്. വെങ്കടേഷ് അയ്യരുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ആശയക്കുഴപ്പം അത് റസലിന്റെ ഗോളായിരുന്നു. ഇനീഷ്യലി അതിനോട് റിയാക്ട് ചെയ്തു, യെസ് എന്ന് പറഞ്ഞു വെങ്കടേഷ് അയ്യർ. പക്ഷെ പിന്നീട് അദ്ദേഹം വേണ്ടെന്ന് നോക്കിയായിരുന്നു. ഏതായാലും തിരികെ തന്റെ ക്രീസിലേക്ക് തന്നെ എത്താൻ ശ്രമിച്ച റസല് റൺഔട്ട് ആയതാണ് KKR വലിയൊരു സ്കോറിലേക്ക് പോകുന്നത് തടഞ്ഞത് എന്ന് തന്നെ പറയണം. മുംബൈ ഇന്ത്യൻസിന് അതൊരു ബോണസ് ആയിരുന്നു. പിന്നാലെ വന്ന രമൺദീപ് സിംഗ് 2 റൺസ്, സ്റ്റാർക്ക് ഡക്കായിട്ട് പോകുന്നു. എന്നാൽ അവസാന ഓവറിൽ നിന്നുകൊണ്ട് അടിച്ച് റൺ എടുക്കാൻ വേണ്ടി ശ്രമിച്ച അയ്യർക്ക്, വെങ്കടേഷ് അയ്യർക്ക് അവസാന 2 ഓവറുകളിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല. എങ്കിലും വെങ്കടേഷ് അയ്യരുടെ ഇന്നിങ്സിന്റെ ബലത്തിൽ തന്നെയാണ് അവർ 169ലേക്ക് എത്തിയത്. 52 പന്തുകൾ നേരിട്ട അദ്ദേഹം 6 4ഉം 3 സിക്സറും അടക്കം 70 റൺസ് എടുത്ത് അവസാനം ജസ്പ്രീത് ബുംറ ബൗൾഡാക്കി അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. അങ്ങനെ KKRന്റെ ഇന്നിങ്സ് അവസാനിക്കുകയും ചെയ്തു. 3 വിക്കറ്റ് വീതമാണ് തുഷാരയും ബുംറയും എടുത്ത്. 4 ഓവറിൽ 42 റൺസിനാണ് തുഷാര 3 വിക്കറ്റ് എടുത്തതെങ്കിൽ 3.5 ഓവറിൽ 18 റൺസിന് 3 വിക്കറ്റ് ജസ്പ്രീത് ബുംറ എടുത്തു. ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 44 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. 3 ഓവറിൽ 15 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് പീയൂഷ് ചാവളയും സ്വന്തമാക്കി. ഏതായാലും 170 എന്നുള്ളത് ഒരു വലിയ സ്കോർ ഒന്നുമില്ല. പ്രത്യേകിച്ച് നല്ല ഡ്യൂ ഉണ്ട്. വാങ്കഡയിൽ അത് അനായാസം ചേസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ മുംബൈ ഇന്ത്യൻസിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒന്നും അങ്ങ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാത്തിരിക്കാം എങ്ങനെയായിരിക്കും അവരുടെ മറുപടി ബാറ്റിംഗ് എന്നറിയാൻ വേണ്ടി. വീഡിയോസ് അനക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.